السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലെ നോമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം ഫമൻ സ്വാമഹു വഖാമഹു ഈമാനം വഹ്തിസാബൻ ഖറജ മിന ദുനൂബി കയൗമി വലദതുഹു ഉമ്മുഹു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും വിശ്വാസത്തോടു കൂടെയും ഒരാള് നോമ്പനുഷ്ഠിച്ചു, തറാവീഹ് നിസ്കരിച്ചു, എന്നാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അവൻ ദോഷത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പാപത്തിൽ നിന്ന് മുക്തനാണെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ നമുക്കറിയാമല്ലോ, ഒരു ദോഷമില്ലാതെ പുറത്തു വരിക എന്നതുപോലെയാണ് നോമ്പും തറാവീഹ് നിസ്കരിച്ചാൽ. എങ്ങനെയാവണം? ഈമാനോടുകൂടെ ആയിരിക്കണം, വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുമായിരിക്കണം. ഞാൻ നേരത്തെ അത് പറഞ്ഞൊരു ഹദീസിലൂടെ. എന്നാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ ഞാൻ ചിന്തിക്കേണ്ടത്. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണെന്ന്. അള്ളാഹു ദോഷങ്ങളൊക്കെ മുക്തരായി നാളെ അർഹമായ പ്രതിഫലം കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.